മാർ ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെ വാക്കുകളെ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി സായുജ്യമടയുന്നവരോട് മാർ ജോസഫ് പാംബ്ലാനി ഏഷ്യാനെറ്റ് ന്യൂസിലെ പോയിന്റ് ബ്ലാങ്ക് എന്ന പ്രോഗ്രാമിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ചില അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹത്തിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. റബ്ബർ കർഷകർക്ക് വേണ്ടിയും യഥാർത്ഥ രക്തസാക്ഷികൾക്ക് വേണ്ടിയും മണിപ്പൂരിലെ പീഡിതർക്ക് വേണ്ടിയും കത്തോലിക്ക സഭ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലയിടത്തും സന്ദർഭങ്ങളിൽ നിന്നും മുറിച്ചെടുത്ത് അദ്ദേഹത്തെയും സഭയെയും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു പലരും. ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് പോയിന്റ് ബ്ലാങ്കിൽ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്താതെ ആ അഭിമുഖത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ക്രൈസ്തവ സംഘടനകളെ എരികേറ്റാനുള്ള ശ്രമമാണ് ചിലർ ഏറ്റെടുത്തിരിക്കുന്നത്. ബഫർ സോൺ, റബ്ബർ വിലയിടിവ്, രക്തസാക്ഷികൾ, പിന്നെ മണിപ്പൂർ, ഈ വിഷയത്തിലെല്ലാം മാർ പാംബ്ലാനി കൈക്കൊണ്ട നിലപാടുകൾക്ക് കനത്ത മൈലേജ് കിട്ടിയതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിൽ പാംബ്ലാനി പിതാവിനോട് നിലപാട് ആരാഞ്ഞ് ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങൾക്ക് നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം. എന്നാൽ തൻ്റെ മുൻ പ്രസ്താവനകളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പോയിന്റ് ബ്ലാങ്കിൽ മാർ പാംബ്ലാനി പറഞ്ഞത് എന്താണെന്ന് ഒരു വട്ടമെങ്കിലും വ്യക്തമായി കാണേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. റബ്ബറിന് 300 രൂപ നൽകാൻ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തയ്യാറായാൽ സഭ അവർക്കൊപ്പം നിൽക്കുമെന്ന പരാമർശമാണ് BJP ബാന്ധവമായി പലരും ചിത്രീകരിച്ചത്. മണിപ്പൂർ വിഷയത്തിൽ സമയാസമയങ്ങളിൽ സഭ കൃത്യമായി തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ടെന്നും ക്രൈസ്തവർ മതം മാറ്റിയെന്ന് പറയുന്നത് സർക്കാരിൻ്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തെറ്റാണെന്നും പാംബ്ലാനി വ്യക്തമാക്കി. മലയോര കർഷകരെന്നാൽ ക്രൈസ്തവർ മാത്രമല്ല എന്ന് വ്യക്തമാക്കിയിട്ടും രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഴുവൻ റബ്ബറിന് വില കൂട്ടിയാൽ പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ച അവതാരകൻ ബിഷപ്പിൻ്റെ മറുപടി കേട്ട് നിശബ്ദനായി. മണിപ്പൂർ വിഷയത്തിൽ സഭ പ്രതികരിക്കുന്നതിന് തിരിച്ചടിയായിട്ടാണ് പിതാക്കന്മാർക്ക് ED നോട്ടീസ് അയച്ചതെന്ന് പറയുന്ന മാധ്യമ പുകമറകൾ സൃഷ്ടിക്കരുതെന്നും പിതാവ് കൂട്ടിച്ചേർത്തു. ഇസ്ലാമോഫോബിയ നിലപാടുകൾ സഭയുടേതല്ലെന്നും കാലങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന സൗഹൃദം അതിനേക്കാൾ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് സഭയുടെ നിലപാട് എന്നും പിതാവ് പറഞ്ഞു. ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിക്കളഞ്ഞ കാലത്ത് ഏതാനും ഇസ്ലാമിലെ തീവ്രവാദികൾ തുടങ്ങിവെച്ച ക്രൈസ്തവ വിരുദ്ധ പ്രവണതകൾ മുസ്ലിമുകളുടെ പൊതു പ്രതികരണമല്ല. ഇസ്ലാമിലെ തീവ്രവാദ നിലപാടുകളെ ഇസ്ലാമിൻ്റെ പൊതു നിലപാടായി ചിത്രീകരിക്കാൻ പലരും ആവേശം കൊള്ളുന്നുണ്ടെങ്കിലും അത് സഭയുടെ നിലപാടല്ല. സമൂഹത്തിലെ തീവ്രവാദികളെ എതിർത്തതല്ലാതെ മുസ്ലിം സഹോദരങ്ങളെ ഒരു കാലത്തും സഭ ശത്രുസ്ഥാനത്ത് കണ്ടിട്ടില്ലെന്ന യാഥാർത്ഥ്യവും പാംബ്ലാനി പിതാവ് ഊന്നിപ്പറഞ്ഞു. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി വാദിക്കുന്ന ചില തീവ്ര ക്രൈസ്തവ സംഘടനകൾ പറയുന്നത് സഭയുടെ നയങ്ങളല്ല. കാസ എന്ന സംഘടന ഇതുവരെ സഭയുടെ പിന്തുണ ചോദിച്ച് വന്നിട്ടില്ലെന്നും സഭയുടെ ഔദ്യോഗിക സംഘടനയായി സഭ ഇതുവരെ കാസയെ ഏറ്റു പറഞ്ഞിട്ടില്ല എന്നും പിതാവ് വ്യക്തമാക്കി. ജിഹാദ് എന്ന വാക്ക് ഇസ്ലാമിലെ തീവ്രവാദികൾ മാത്രമല്ല മറിച്ച് മുസ്ലിമുകൾ മുഴുവൻ ഉപയോഗിക്കുന്ന അവരുടെ മതത്തിൻ്റെ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കാണെന്നും അത് തിരുത്തണമെന്നും മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞതിന് ശേഷം ആ വാക്ക് താൻ ഉപയോഗിച്ചിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു. എന്നാൽ ഇസ്ലാമിലെ തീവ്രവാദികൾ നടത്തുന്ന പ്രണയച്ചതിയും മയക്കുമരുന്ന് തിന്മകളും ഇല്ലാതായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിവാദമെന്ന് പറയുന്ന ജിഹാദ് പ്രയോഗം മാത്രമേ തിരുത്തപ്പെടുന്നുള്ളൂ. ആ വാക്കുകളുടെ ലക്ഷ്യം അങ്ങനെ തന്നെ നിലനിൽക്കും. വിശ്വാസങ്ങളുടെ സത്വബോധത്തെ CPM കാണുന്നത് ശരിയായ രീതിയിലാണെന്നും എന്നാൽ ഒരു രാജ്യത്തെ സന്ദർശിച്ചിട്ട് ക്രൈസ്തവ സന്യാസത്തെ വിലയിരുത്തി പറഞ്ഞ കാര്യങ്ങൾ ഖേദകരമാണെന്നും പാംബ്ലാനി പിതാവ് ഊന്നിപ്പറഞ്ഞു. ഇപ്പോഴും അവ്യക്തമായി തുടരുന്ന ഏകീകൃത സിവിൽ കോഡിനെ വർഗീയ ധ്രുവീകരണത്തിന് ആയുധമാക്കരുതെന്നും എല്ലാ വിഭാഗങ്ങളുടെയും ആശങ്കകൾ കേട്ടിട്ട് വേണം ആ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനെന്നും പിതാവ് പറഞ്ഞു. സഭയുടെ രാഷ്ട്രീയ പിന്തുണയെ സംബന്ധിച്ച് ആർക്കും പരിധിയില്ലാത്ത കിനാവുകൾ കാണാം. എന്നാൽ ശരിയായ തീരുമാനം ശരിയായ സമയത്ത് സഭ കൈക്കൊള്ളുമെന്നുമാണ് പിതാവ് പറഞ്ഞത്.